ഹലോ എവരിവൺ. ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഇന്നലെ ഇന്ത്യയിൽ നടന്ന ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ്. 26 ടൂറിസ്റ്റിനെ ഇന്നലെ വെടിവെച്ച് കൊന്നു. അതും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ വേഷം ധരിച്ച്, അതും കാട്ടിൻ്റെ അകത്ത് നിന്നിട്ട് ആ ടൂറിസ്റ്റിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നവർ. ഇത് എവിടെയാണ് നടന്നതല്ല, നമ്മുടെ ഇന്ത്യയിൽ ഈ ലിയോ സിനിമ, ഈ അമരൻ സിനിമ ഇതൊക്കെ ഷൂട്ട് ചെയ്ത ആ സ്ഥലത്ത് തന്നെ ആവശ്യമില്ലാതെ പാവപ്പെട്ട 26 ജീവനാണ് അവരെടുത്തിരിക്കുന്നത്. അത് കാട്ടിൻ്റെ അകത്ത് നിന്ന് വെടിവെച്ച് ആ ടൂറിസ്റ്റിന് എന്തിനു വേണ്ടി നടന്നെന്ന്, അതെങ്ങനെയാണ് നടന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നലെ ഒരു 250 ആ ഒരു ടൈമിലൊക്കെ ആയപ്പോഴാണ് അവർ ഈ സംഭവം ഇങ്ങനെ നടക്കും. ഇപ്പോൾ ഇത് നടന്നെന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. അവിടെ 7 കിലോമീറ്റർ കഴിഞ്ഞ് ബൈസാരൻ വേലി ആ സ്ഥലത്ത് വെച്ചാണ് ഇപ്പം ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത്. അവിടെ ബൈക്കിലൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ മറ്റേ ഈ ഹോഴ്സ് ഉണ്ടല്ലോ, ഹോഴ്സ് പോണി, അതിലേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ആണ് ഇരിക്കുന്നത്. ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് നമ്മൾ വിളിക്കും. അവിടെ ഒരു പൈൻ ഫോറസ്റ്റ് പോലെ ഒരു സംഭവമുണ്ട്. അവിടെ ടൂറിസ്റ്റൊക്കെ എപ്പോഴും പോകുന്നതാണ്, ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഒരു സ്ഥലത്ത് പൈൻ ഫോറസ്റ്റ് പോലെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 6-7 തീവ്രവാദികൾ, അതും ഇന്ത്യൻ യൂണിഫോമിലാണ് വന്നത്. അവർ വെടിവെച്ച് കൊന്നു എല്ലാവരും. അവർ വന്നപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റൊക്കെ വിചാരിച്ച് അവർ ഇന്ത്യൻ ആർമി ആയിരിക്കും, അതുകൊണ്ട് അവർ വലിയ ഇത് നോക്കിയില്ല. അവർ വന്നവർ അവരുടെ ചോദിച്ചത് നിങ്ങൾ ഏത് മതമാണ്. തീവ്രവാദികൾ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ ഏത് മതമാണ്, ആ മതം ഏതാണെന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചത്. ഇങ്ങനെയാണ് നടന്നതെന്ന് അതിന് സർവൈവേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ വന്ന് അവരേത് മതമാണെന്ന് ചോദിച്ച് എന്നിട്ടാണ് വെടിവെച്ചതെന്നാണ് പറഞ്ഞത്. ഇതിൽ എത്ര പേര് മരിച്ചതെന്ന് നോക്കിയാൽ 26 പേരാണ് മരിച്ചത്. ഒരു നേപ്പാൾ, ഒരു UAE, ബാക്കി ഇന്ത്യൻസ്. ഇതെന്താണ് നടന്നതെന്ന് അറിയണതിന് മുമ്പ് തന്നെ അവരെല്ലാം വെടിവെച്ച് കൊന്നിട്ട് അവർ പോയി. അപ്പോൾ ഇതറിഞ്ഞ ഗവൺമെൻറ് പുറത്തറിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ ഒരു കുതിരയിൽ തന്നെ അവിടെ പോകാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഗവൺമെൻറ് അറിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ അങ്ങനത്തെ സഹായങ്ങളൊക്കെ അവർ ചെയ്ത് പെട്ടെന്ന് അവർ രക്ഷിക്കാൻ വേണ്ടി. ഇതുപോലൊരു സംഭവമാണ് നമ്മുടെ മുംബൈയിൽ നടന്നത്, താജ് അറ്റാക്ക്. അതുപോലെ ഒരു ഷെയിമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പഹൽഗാമിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൊന്നത് ഒരു ടൂറിസ്റ്റാണ്, ഒന്നും അറിഞ്ഞൂടാത്ത നോർമൽ പീപ്പിൾസിനെയാണ് അവർ കൊന്നത്. ഇത് ആര് ചെയ്തെന്ന് പറഞ്ഞാൽ ലഷ്കർ-ഇ-തയ്ബ അങ്ങനെ ഒരു സംഘടന ഉണ്ട്, ഒരു ഏജൻസി പോലെ. റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതിനെല്ലാം കാരണം. അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഇത് നടന്നു കഴിഞ്ഞ് വേൾഡ് മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഷെയിമായിട്ടുള്ള കാര്യം, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ഇവിടെ ഇല്ല, ഇന്ത്യയിൽ. അവർ UAE ഏതോ മീറ്റിങ്ങിനായി പോയി. ഇതറിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് മീറ്റിംഗെല്ലാം ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ തന്നെ മോദി ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഫുൾ സപ്പോർട്ടാണ് പറയുന്നത് നമ്മുടെ മോദിജി, പ്രൈം മിനിസ്റ്റർ. അല്ലാതെ തന്നെ നമ്മുടെ അമിത്ഷാ, നമ്മുടെ ഹോം മിനിസ്റ്റർ, ആ സ്ഥലത്ത് നേരിട്ട് പോയി അവിടെ നോക്കി അവിടെ എല്ലാവർക്കും നല്ല സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ഫുള്ളായിട്ട് സ്തംഭിച്ചിപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റഷ്യൻ പ്രസിഡൻ്റ് ആയാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയാലും ഇത് ഫുള്ളായിട്ട് അവർ എതിർക്കുകയാണ്. ഭയങ്കര ഷെയിമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നതാണ്. ഇന്ത്യ മൊത്തം ഈ കാര്യം അറിഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ്. എന്ത് പറയാൻ, ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടുള്ള കാര്യം ആരെങ്കിലും ചെയ്യും? അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രി. മോട്ടീവ് എന്താണ്, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ഒന്നും ഇപ്പം അറിയത്തില്ല. അവർ ഗവൺമെൻറ് പുറത്തു വിട്ടാൽ തന്നെ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും എന്തിനാണ്, എങ്ങനെയാണ് ഇവർ ചെയ്തതെന്ന്. എനിക്കറിയാനുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കര കഷ്ടമായിട്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതനുസരിച്ച് ഇപ്പം നടന്ന പോലെ തിരിച്ചടി നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. അതാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. അത് നടക്കണം. ഇന്ത്യൻ ആർമി അത് ചെയ്യണം. എന്നാലേ വേറെ രാജ്യം പോലും നമ്മളെ തൊട്ട് നോക്കാൻ പേടിക്കും. ഒരു ജീവൻ എടുക്കാനുള്ള അധികാരം ഇവന്മാർക്ക് ആരാണ്? അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കശ്മീർ തന്നെയാണ്. അവരുടെ മൊത്തം ഇക്കോസിസ്റ്റവും, അവരുടെ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അവരുടെ മൊത്തം ഇക്കോസിസ്റ്റവും ടൂറിസത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്.
ഇപ്പം അത് ഈ ഒരു ഇഷ്യൂ കാരണം അതെങ്ങനെയാവുമെന്ന് അടുത്ത് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ഇഷ്യൂ കാരണം ഇപ്പോൾ വിശ്വസിച്ച് ടൂറിസ്റ്റ് ഇപ്പോൾ അവിടെ എങ്ങനെ പോകും? ഒരു വിശ്വാസം പോലും ഇല്ലല്ലോ. ഇപ്പോൾ അവിടെ എന്തൊരു നടക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവിടെ. 2024 3.5 മില്യൺ ടൂറിസം അവിടെ അറൈവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കാരണം അതെല്ലാം ഇപ്പോൾ ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണ്. ഇരിക്കണതേ കുറച്ച് വർഷം, ലൈഫ് ഈസ് ഷോർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിലിവർ എന്തൊക്കെ കാണിക്കണം. ഓക്കെ, എനിക്കറിയാവുന്ന ഇത്തിരി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് ഫാമിലി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ഇടുക അടുത്ത ഏത് വീഡിയോ ചെയ്യണമെന്ന്. താങ്ക് യു.